കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം. ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയ വ്യക്തിയാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ KR നാരായണൻ അവർകൾ. 1984 മുതൽ 1991 വരെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു ശ്രീമാൻ KR നാരായണൻ ഉണ്ടായിരുന്നത്. എന്നാൽ 2009 ആയപ്പോൾ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം ആലത്തൂർ എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ആലത്തൂർ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ തുടങ്ങിയവ പാലക്കാട് ജില്ലയിലും, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നിവ തൃശൂർ ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ തരൂർ എന്ന് പറയുന്നതും ഒരു സംവരണ മണ്ഡലമാണ്. അതേപോലെ തന്നെ ചേലക്കര എന്ന് പറയുന്നതും സംവരണ മണ്ഡലമാണ്. അപ്പൊ രണ്ട് നിയമസഭാ സംവരണ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട സംവരണ മണ്ഡലമായിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഓർക്കുക, ആലത്തൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തെ വിഭജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പേരെല്ലാം മാറ്റിക്കൊണ്ട് പുതുതായിട്ട് രൂപപ്പെട്ടു വന്നതാണ്. വളരെ പ്രാധാന്യത്തോടുകൂടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നാം ഉയർത്തി കാണിക്കുന്ന ഒരു മണ്ഡലമാണത്. കാരണം ഒരേപോലെ തന്നെ കോൺഗ്രസിനെയും അതേപോലെ തന്നെ ഇടതുപക്ഷത്തെയും എല്ലാം അളവറ്റ് സഹായിച്ചിട്ടുള്ള മണ്ഡലമാണ് ഈ ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ 3ാം അംഗത്തിൽ ഇറങ്ങിയത് ഡോക്ടർ PK ബിജു എന്ന് പറയുന്ന യുവ സ്ഥാനാർത്ഥിയായിരുന്നു. ആദ്യ 2 തെരഞ്ഞെടുപ്പിലും മികച്ച മാർജിനോടുകൂടെ വിജയിച്ച അദ്ദേഹത്തിന് 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അടിപതറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെയാണ് ഏറ്റവും സവിശേഷമാർന്ന രസകരമായിട്ടുള്ള സംഗതി ഉണ്ടാകുന്നത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വളരെ സാധാരണക്കാരിയായ, രാഷ്ട്രീയത്തിൽ ഒട്ടും തന്നെ വലിയ പ്രസക്തിയോ അല്ലെങ്കിൽ പ്രാധാന്യമോ നേതൃത്വപരമായിട്ടുള്ള യാതൊരു പങ്കോ വഹിക്കാത്ത ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് 2019 കോൺഗ്രസ് ആലത്തൂർ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. കണ്ട് മടുത്ത മുഖത്തിന്റെ വിരസതയ്ക്ക് പകരം ഒരു പുതിയ മുഖം വന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം, രമ്യ ഹരിദാസ് വളരെ എളുപ്പത്തിൽ തന്നെ ജനഹൃദയങ്ങളെ കീഴടക്കി. പാട്ടിലൂടെയും സംഗീതത്തിലൂടെയും യുവാക്കളുടെ ഇടയിൽ ഇളക്കിമറിച്ചുള്ള പ്രചരണത്തിലൂടെയും വളരെ വേഗത്തിൽ അവർക്ക് കളം പിടിക്കാൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ കാണേണ്ടത് 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ചില താരതമ്യമാണ്. PK ബിജു എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒരല്പം റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാഴ്ചയിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും ഒക്കെ തന്നെ അദ്ദേഹം ആളുകളോട് അത്ര കണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട രീതിയിൽ ലാഘവത്തോടുകൂടെ ഇടപെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അതേസമയം രമ്യ ഹരിദാസ് അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് തന്നെ എല്ലാ ആളുകളുടെയും തോളിൽ കൈയിട്ട് ഒരു മികച്ച രാഷ്ട്രീയക്കാരിയാകാൻ തനിക്ക് കഴിയുമെന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് അവിടെ കാഴ്ചവെച്ചത്. അതിന്റെ ഫലമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ആരും പ്രതീക്ഷിക്കാതിരുന്ന രമ്യ ഹരിദാസ് വളരെ മികച്ച മാർജിനിൽ വിജയിക്കുകയുണ്ടായി. എന്നാൽ 2024 എത്തുമ്പോൾ രാഷ്ട്രീയ ചിത്രങ്ങൾ ആകെ മാറുകയാണ്. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന MP-യുടെ പ്രവർത്തനം അത്ര കണ്ട് മെച്ചമല്ല എന്നുള്ള ഒരു അഭിപ്രായം ആ മണ്ഡലത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ തന്നെയുണ്ട്. ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, ഇവർ അധികാരമേറ്റ് MP ആയ ഉടനെ തന്നെ അവരുടെ പേരിൽ ഒരു വിവാദം വന്നു. രമ്യ ഹരിദാസ് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. അവരെ പെങ്ങളൂട്ടി എന്നാണ് കോൺഗ്രസ്സുകാരെല്ലാം സ്നേഹത്തോടുകൂടെ വിളിക്കുന്നത്. വളരെ നല്ല കാര്യം. അപ്പോ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ഉയർത്തി കാണിക്കാവുന്ന പ്രൗഢിയൊന്നും ഇല്ലാത്ത, സ്വന്തമായ ഒരു കാറൊന്നും ഇല്ലാതിരുന്ന രമ്യ ഹരിദാസിന് വേണ്ടി പെങ്ങളൂട്ടിക്കൊരു കാറിന് വേണ്ടിയിട്ട് എന്ന പേരിൽ ഒരു സംഭാവന കോൺഗ്രസ്സുകാർ ഈ കാലഘട്ടത്തിൽ പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് പൊതുമണ്ഡലങ്ങളിൽ വളരെ വലിയ ചർച്ചയാവുകയും KPCC ഇടപെട്ട് തന്നെ ആ പണം പിരിച്ചത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ലോക്സഭയിലാണെങ്കിലും രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. 2024 എത്തുമ്പോൾ ഏത് വിധേനയും ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ
ഇടതുമുന്നണി ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, CPM-ന്റെ സൗമ്യ മുഖം എന്നറിയപ്പെടുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള നമ്മളുടെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കെ രാധാകൃഷ്ണൻ ചേലക്കര മണ്ഡലത്തിലെ MLA ആണ്. ഈ രാധാകൃഷ്ണനെ പറ്റി ഒരിക്കൽ അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു പിക്ചർ കണ്ടു. അദ്ദേഹം മന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വൈദ്യുതി എത്തിയത്. വളരെ വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞ, ഇപ്പോഴും ആ കർഷകനായിട്ട് തന്നെ തലയിൽ ഒരു തോർത്തുമുണ്ടുമായിട്ട് കഴിയുന്നതും ജോലി ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ലാളിത്യമുള്ള, അതോടൊപ്പം തന്നെ മികച്ച ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആർജവമുള്ള ഒരു വ്യക്തിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, PK ബിജുവുമായിട്ട് വളരെയധികം വ്യത്യസ്തത ഇദ്ദേഹത്തിനുണ്ട്. PK ബിജു ജനങ്ങളോട് ഇടപെട്ടിരുന്നില്ല എങ്കിൽ രാധാകൃഷ്ണൻ ജനങ്ങളോടൊപ്പം തന്നെയാണ്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ദളിതരായിട്ടുള്ള ആളുകൾക്കും പൂജ ചെയ്യാനുള്ള അവകാശം വേണം എന്ന് വളരെ വ്യക്തമായിട്ട് വാദിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പൊതുമണ്ഡലങ്ങളിലെല്ലാം വളരെ നല്ല സാമീപ്യവും സാന്നിധ്യവുമായിട്ട് നിലനിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു പ്രാമുഖ്യത്തോടു കൂടി ഇറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് വീണ്ടും രമ്യ ഹരിദാസിനെ തന്നെയാണ് പരീക്ഷണത്തിന് ഇറക്കിയിരിക്കുന്നത്. BDJS ആണ് BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് വരുന്നത്. പക്ഷെ ചില രാഷ്ട്രീയപരമായിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള വിഷയങ്ങളാൽ അവിടെ ഈ മണ്ഡലത്തിൽ അവർ യാതൊരു പ്രാധാന്യവും കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം BJP-ക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ്. അതിന്റെ പകരം കൂടെ അതിന്റെ ഫണ്ടും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാലക്കാട്ടേക്കും തൃശ്ശൂരേക്കും ഒക്കെ മാറ്റിവെക്കാനാണ് അവർ മെനക്കെടുന്നത്. സ്ഥാനാർത്ഥി ആയിട്ടില്ല. പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ പരിശോധിച്ചാൽ, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നിലവിലുള്ള MP-ക്ക് ബദലായി നിൽക്കാൻ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K രാധാകൃഷ്ണനെയാണ് അവരിറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആലത്തൂരിലെ ജനങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി മികച്ച രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ കെൽപ്പും കഴിവും ശേഷിയുമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ 1984 മുതൽ 1991 വരെ KR നാരായണൻ എന്ന നമ്മുടെ സ്വന്തം രാഷ്ട്രപതിയെ അവര് ലോക്സഭാംഗമായിട്ട് തെരഞ്ഞെടുത്തത്. മാത്രമല്ല NN കൃഷ്ണദാസും അജയ് കുമാർ എല്ലാം തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ സൃഷ്ടികളായിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സിറ്റിംഗ് MP-ക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അടിപതറും എന്നുള്ള രാഷ്ട്രീയ കാറ്റ് തന്നെയാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്.